ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു കമ്പനിയെക്കുറിച്ചല്ല. കഴിഞ്ഞ 100 വർഷത്തെ ലോക ചരിത്രത്തെ നിയന്ത്രിച്ച കമ്പ്യൂട്ടർ എന്ന അത്ഭുതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ഭീമനെക്കുറിച്ചാണ്. ബിഗ് ബ്ലൂ എന്ന് ലോകം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വിളിക്കുന്ന IBM. ഈ നീല സാമ്രാജ്യത്തിന്റെ കഥയിൽ ത്രില്ലുണ്ട്, കണ്ണീരുണ്ട്, ചോരയുടെ മണമുണ്ട്, ബുദ്ധിയുണ്ട്, വലിയ മണ്ടത്തരങ്ങളുമുണ്ട്. പലതവണ മരണത്തിന്റെ വക്കോളം പോയിട്ടും ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ ഒരു പോരാട്ടത്തിന്റെ കഥയാണിത്. ഈ കഥ തുടങ്ങുന്നത് കമ്പ്യൂട്ടറുകൾ ഉണ്ടാകുന്നതിനും എത്രയോ മുൻപാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം അമേരിക്കയിൽ ജനസംഖ്യ കണക്കാക്കുക എന്നത് വലിയൊരു തലവേദനയായിരുന്നു. കൈകൊണ്ട് എഴുതി കൂട്ടുന്ന കണക്കുകൾ പൂർത്തിയാക്കാൻ വർഷങ്ങളെടുത്തിരുന്നു. അപ്പോഴാണ് ഹെർമൻ ഹോളറിത്ത് എന്നൊരു മനുഷ്യൻ പുതിയൊരു വിദ്യ കണ്ടുപിടിക്കുന്നത്. പഞ്ച് കാർഡുകൾ, കടലാസിൽ ദ്വാരങ്ങളിട്ട് വിവരങ്ങൾ സൂക്ഷിക്കുന്ന വിദ്യ. അത് വലിയൊരു വിപ്ലവമായിരുന്നു. 1911 ചാൾസ് ഫ്ലിന്റ് എന്ന ബിസിനസ്സുകാരൻ ഹോളറിത്തിന്റെ കമ്പനി ഉൾപ്പെടെ 3 കമ്പനികളെ യോജിപ്പിച്ച് CTR എന്നൊരു കമ്പനി ഉണ്ടാക്കി. അവർ ഉണ്ടാക്കിയിരുന്നത് ഇറച്ചി മുറിക്കുന്ന മെഷീനുകളും സമയം നോക്കുന്ന ക്ലോക്കുകളും കണക്ക് കൂട്ടുന്ന മെഷീനുകളുമായിരുന്നു. ഇതൊരു സാധാരണ തുടക്കമായിരുന്നു. പക്ഷേ 1914 അവിടെ തോമസ് ജെ വാട്സൺ എന്നൊരു മനുഷ്യൻ കടന്നു വന്നു. അതോടെ കഥ മാറി. അദ്ദേഹം ആ കമ്പനിയെ അടിമുടി മാറ്റിമറിച്ചു. വിൽപ്പനയിൽ അദ്ദേഹം കാണിച്ച തന്ത്രങ്ങൾ അത്ഭുതകരമായിരുന്നു. 1924 അദ്ദേഹം കമ്പനിക്ക് പുതിയൊരു പേരിട്ടു, ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻസ് അഥവാ IBM. വാട്സൺ തന്റെ ജീവനക്കാർക്ക് ഒരേ ഒരു ഉപദേശമേ നൽകിയുള്ളൂ: തിങ്ക്, ചിന്തിക്കുക. ആ വാക്ക് ഇന്നും IBMന്റെ മുദ്രാവാക്യമാണ്. ഇനി ചോര പുരണ്ട അധ്യായത്തിലേക്ക് കടക്കാം. കഥയിലെ ഏറ്റവും ഇരുണ്ട ഭാഗം ഇവിടെ തുടങ്ങുന്നു. 1930കളിൽ ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിൽ വന്നു. നാസികൾക്ക് ജൂതന്മാരെ കൃത്യമായി കണ്ടുപിടിക്കാനും വേർതിരിക്കാനും ഒരു സംവിധാനം ആവശ്യമായിരുന്നു. അവിടെയാണ് IBM ഒരു വില്ലന്റെ വേഷത്തിൽ എത്തുന്നത്. എഡ്വിൻ ബ്ലാക്ക് എന്ന എഴുത്തുകാരന്റെ കണ്ടെത്തലുകൾ പ്രകാരം IBMന്റെ ജർമ്മൻ ശാഖയായ ഡിഹോമാക്സ് നാസികൾക്ക് പഞ്ച് കാർഡ് മെഷീനുകൾ നൽകി. ഈ മെഷീനുകൾ ഉപയോഗിച്ചാണ് നാസികൾ ജൂതന്മാരുടെ കണക്കുകൾ എടുത്തത്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ മരണം കാത്തു കിടക്കുന്ന മനുഷ്യരുടെ വിവരങ്ങൾ പോലും ഈ മെഷീനുകളിൽ രേഖപ്പെടുത്തിയിരുന്നു. ഓരോ തടവുകാരനും ഓരോ നമ്പർ ഉണ്ടായിരുന്നു. ഗ്യാസ് ചേംബറിലേക്ക് പോകുന്നവർക്ക് പ്രത്യേക കോഡുകൾ ഉണ്ടായിരുന്നു. ഇത് IBMന്റെ ചരിത്രത്തിലെ മായ്ക്കാൻ പറ്റാത്ത കളങ്കമാണ്. ബിസിനസ് ലാഭത്തിന് വേണ്ടി ധാർമ്മികത മറന്നുവെന്ന് ലോകം അവരെ കുറ്റപ്പെടുത്തി. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴും ഈ വിവാദം അവരെ വിട്ടൊഴിഞ്ഞില്ല. പക്ഷേ യുദ്ധത്തിന് ശേഷം IBM വീണ്ടും വളർന്നു. വാട്സൺ സീനിയറിന് ശേഷം മകൻ തോമസ് വാട്സൺ ജൂനിയർ അധികാരമേറ്റെടുത്തു. അദ്ദേഹമാണ് IBMനെ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് നയിച്ചത്. 1960കളിൽ അദ്ദേഹം എടുത്ത ഒരു തീരുമാനം കമ്പനിയുടെ വിധി തന്നെ മാറ്റി. അക്കാലത്ത് ഓരോ കമ്പ്യൂട്ടറും വ്യത്യസ്തമായിരുന്നു. ഒന്നിന്റെ സോഫ്റ്റ്വെയർ മറ്റൊന്നിൽ പ്രവർത്തിക്കില്ല. വാട്സൺ ജൂനിയർ ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ തീരുമാനിച്ചു. എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരൊറ്റ കമ്പ്യൂട്ടർ കുടുംബം. അതിനവർ പേരിട്ടു സിസ്റ്റം 360. ഇതൊരു വലിയ റിസ്ക് ആയിരുന്നു. കമ്പനിയുടെ മുഴുവൻ സമ്പാദ്യവും അദ്ദേഹം ഇതിൽ മുടക്കി. ഇത് പരാജയപ്പെട്ടാൽ IBM എന്നേക്കുമായി അടച്ചു പൂട്ടേണ്ടി വരുമായിരുന്നു. ബെറ്റ് ദി കമ്പനി എന്ന് ബിസിനസ് ലോകം ഇതിനെ വിശേഷിപ്പിച്ചു. പക്ഷേ ആ ചൂതാട്ടം വിജയിച്ചു. സിസ്റ്റം 360 വൻ ഹിറ്റായി. ബാങ്കുകളും സർക്കാർ സ്ഥാപനങ്ങളും വലിയ കമ്പനികളും എല്ലാം IBM കമ്പ്യൂട്ടറുകൾ വാങ്ങി. അതോടെ IBM ആഗോള വിപണിയുടെ 70% കൈയടക്കി. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകളുടെ രാജാവായി അവർ മാറി. ഈ വളർച്ച അമേരിക്കൻ സർക്കാരിന് പിടിച്ചില്ല. IBM ഒരു കുത്തകയായി മാറുന്നു എന്ന് അവർ ഭയപ്പെട്ടു. 1969 അമേരിക്കൻ നീതിന്യായ വകുപ്പ് IBMനെതിരെ കേസ് കൊടുത്തു. 13 വർഷം നീണ്ടുനിന്ന വലിയൊരു നിയമയുദ്ധമായിരുന്നു അത്. ഈ കേസ് IBMനെ വല്ലാതെ തളർത്തി. ഓരോ നീക്കവും അവർക്ക് ശ്രദ്ധിക്കേണ്ടി വന്നു. പേടി കാരണം അവർ തങ്ങളുടെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും വേറെ വിൽക്കാൻ തുടങ്ങി. ഇത് സത്യത്തിൽ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി എന്ന പുതിയൊരു വ്യവസായം ഉണ്ടാകാൻ കാരണമായി. ഒടുവിൽ 1982 റീഗൻ ഭരണകൂടം ഈ കേസ് അനാവശ്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. പക്ഷേ അപ്പോഴേക്കും IBMന് വലിയൊരു അബദ്ധം പറ്റിയിരുന്നു. അത് നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു. 1980കളുടെ തുടക്കം പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ എന്ന ചെറിയ കമ്പ്യൂട്ടറുകൾ വിപണിയിൽ വരാൻ തുടങ്ങി. ആപ്പിൾ പോലുള്ള കമ്പനികൾ ഇതിൽ മുന്നേറി. IBM ഇതിനെ പുച്ഛിച്ചു തള്ളി. കളിപ്പാട്ടങ്ങൾ എന്നാണ് അവർ പേഴ്സണൽ കമ്പ്യൂട്ടറുകളെ വിളിച്ചത്. വലിയ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകൾ മാത്രമാണ് യഥാർത്ഥ ബിസിനസ് എന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ ജനങ്ങൾ PCകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. വൈകിയാണെങ്കിലും IBMന് ബുദ്ധി ഉദിച്ചു. പെട്ടെന്ന് ഒരു PC ഉണ്ടാക്കണം. അതിനായി അവർ ഒരു രഹസ്യ ടീമിനെ ഉണ്ടാക്കി. പ്രൊജക്ട് ചെസ് എന്നായിരുന്നു അതിന്റെ പേര്. സമയം കുറവായതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും സ്വന്തമായി ഉണ്ടാക്കുന്നതിന് പകരം പുറത്തുനിന്ന് വാങ്ങാൻ അവർ തീരുമാനിച്ചു. കമ്പ്യൂട്ടറിന്റെ തലച്ചോറായ ചിപ്പ് അവർ ഇന്റൽ എന്ന കമ്പനിയിൽ നിന്ന് വാങ്ങി. അതിനുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവർക്ക് ആവശ്യമായിരുന്നു. അവർ ആദ്യം പോയത് ഡിജിറ്റൽ റിസർച്ച് എന്ന കമ്പനിയുടെ അടുത്താണ്. പക്ഷേ ആ ചർച്ച നടന്നില്ല. പിന്നീട് അവർ പോയത് ബിൽ ഗേറ്റ്സ് എന്ന 25 വയസ്സുകാരന്റെ അടുത്തേക്കാണ്.
മൈക്രോസോഫ്റ്റ് എന്ന ചെറിയൊരു കമ്പനി നടത്തുകയായിരുന്നു അദ്ദേഹം. ബിൽഗേറ്റ്സിന്റെ കൈവശം അപ്പോൾ സ്വന്തമായി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മറ്റൊരു ചെറിയ കമ്പനിയിൽ നിന്ന് $50,000 ഒരു സോഫ്റ്റ്വെയർ വാങ്ങി അതിൽ മാറ്റങ്ങൾ വരുത്തി IBMന് നൽകി. അതിന് MS-DOS എന്ന് പേരിട്ടു. ഇവിടെയാണ് IBMന് ചരിത്രപരമായ അബദ്ധം പറ്റിയത്. കരാർ ഒപ്പിടുമ്പോൾ ബിൽഗേറ്റ്സ് ഒരു നിബന്ധന വെച്ചു. ഈ സോഫ്റ്റ്വെയർ മറ്റ് കമ്പനികൾക്കും വിൽക്കാൻ എനിക്ക് അവകാശം വേണം. IBM വക്കീലന്മാർ അത് കാര്യമാക്കിയില്ല. കാരണം ഹാർഡ്വെയറിലാണ് പണം ഇരിക്കുന്നത് എന്ന് അവർ വിശ്വസിച്ചു. സോഫ്റ്റ്വെയർ വെറുതെ കൊടുക്കുന്ന ഒന്നാണല്ലോ എന്നായിരുന്നു അവരുടെ ചിന്ത. IBM PC വലിയ വിജയമായി. പക്ഷേ കോമ്പാക്, HP തുടങ്ങിയ കമ്പനികൾ അതേപോലത്തെ കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കി. അവർക്കും സോഫ്റ്റ്വെയർ വേണമായിരുന്നു. ബിൽഗേറ്റ്സ് അവർക്കെല്ലാം MS-DOS വിറ്റു. അതോടെ മൈക്രോസോഫ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായി. IBMന്റെ പതനം അവിടെ തുടങ്ങി. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മണ്ടത്തരം എന്നാണ് ബിസിനസ് ലോകം ഇതിനെ വിശേഷിപ്പിച്ചത്. 1990കളുടെ തുടക്കം. IBM തകർന്നു തരിപ്പണമായി. അവരുടെ വലിയ കമ്പ്യൂട്ടറുകൾ ആർക്കും വേണ്ടാതായി. PC വിപണിയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായി. 1993 മാത്രം അവർക്ക് $8 ബില്യൺ നഷ്ടമുണ്ടായി. അമേരിക്കൻ ചരിത്രത്തിലെ അന്നത്തെ ഏറ്റവും വലിയ നഷ്ടമായിരുന്നു അത്. കമ്പനി പല കഷ്ണങ്ങളായി വിൽക്കാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിച്ചു. IBM എന്ന ദിനോസർ മരിക്കാൻ പോകുന്നു എന്ന് മാധ്യമങ്ങൾ എഴുതി. 100 വർഷത്തെ ചരിത്രം അവിടെ അവസാനിക്കുമെന്ന് എല്ലാവരും കരുതി. ആ പ്രതിസന്ധി ഘട്ടത്തിലാണ് ലൂ ഗ്രസ്നർ എന്ന പുതിയ CEO വരുന്നത്. അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ വിദഗ്ധനായിരുന്നില്ല. ബിസ്ക്കറ്റ് കമ്പനിയിലും ക്രെഡിറ്റ് കാർഡ് കമ്പനിയിലും പ്രവർത്തിച്ച പരിചയമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. പലരും അതിനെ പരിഹസിച്ചു. പക്ഷേ ഗസ്നർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. കമ്പനിയെ മുറിച്ചു വിൽക്കാനുള്ള തീരുമാനം അദ്ദേഹം റദ്ദാക്കി. വലിപ്പമാണ് നമ്മുടെ ശക്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഹാർഡ്വെയർ മാത്രം വിൽക്കുന്നതിന് പകരം സേവനങ്ങൾ വിൽക്കുന്ന കമ്പനിയായി IBMനെ മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു. IT കൺസൾട്ടിംഗ്, സോഫ്റ്റ്വെയർ സേവനങ്ങൾ എന്നിവയിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ജീവനക്കാരുടെ മനോഭാവം അദ്ദേഹം മാറ്റി. കോട്ടും സ്യൂട്ടും ഇട്ട് നടക്കുന്ന പഴയ രീതികൾ മാറ്റി. ഉപഭോക്താക്കൾക്ക് എന്താണ് വേണ്ടത് എന്ന് കണ്ടുപിടിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്റർനെറ്റിന്റെ സാധ്യതകൾ അദ്ദേഹം നേരത്തെ തിരിച്ചറിഞ്ഞു. ഈ ബിസിനസ് എന്ന വാക്ക് തന്നെ ജനകീയമാക്കിയത് IBM ആണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ഹൂ സേസ് എലിഫന്റ്സ് കാൻ ഡാൻസ് എന്നാണ്. സത്യത്തിൽ അദ്ദേഹം IBM എന്ന ആനയെ നൃത്തം ചെയ്യിപ്പിച്ചു. കമ്പനി വീണ്ടും ലാഭത്തിലായി. ഓഹരി വിലകൾ കുതിച്ചു കയറി. 1997 മെയ് മാസം ലോകം മുഴുവൻ ന്യൂയോർക്കിലേക്ക് ഉറ്റുനോക്കി. ലോക ചെസ് ചാമ്പ്യൻ ഗാരി കാസ്പറോവ് IBMന്റെ ഡീപ് ബ്ലൂ എന്ന സൂപ്പർ കമ്പ്യൂട്ടറുമായി ഏറ്റുമുട്ടുന്നു. ഇതൊരു അഭിമാന പോരാട്ടമായിരുന്നു. മനുഷ്യന്റെ ബുദ്ധിയാണോ യന്ത്രത്തിന്റെ ബുദ്ധിയാണോ വലുത്? ആദ്യത്തെ മത്സരത്തിൽ കാസ്പറോവ് വിജയിച്ചു. പക്ഷേ പിന്നീടുള്ള കളികളിൽ ഡീപ് ബ്ലൂ അത്ഭുതകരമായ നീക്കങ്ങൾ നടത്തി. കാസ്പറോവ് വല്ലാതെ അസ്വസ്ഥനായി. മെഷീന് പിന്നിൽ മനുഷ്യരുണ്ടെന്ന് അദ്ദേഹം സംശയിച്ചു. നിർണായകമായ അവസാന ഗെയിമിൽ വെറും 19 നീക്കങ്ങൾ കൊണ്ട് ഡീപ് ബ്ലൂ കാസ്പറോവിനെ തോൽപ്പിച്ചു. ചരിത്രത്തിൽ ആദ്യമായി ഒരു കമ്പ്യൂട്ടർ ലോക ചാമ്പ്യനെ തോൽപ്പിച്ചു. കാസ്പറോവ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. IBMനെ സംബന്ധിച്ച് അതൊരു വലിയൊരു വിജയമായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യയുടെ കരുത്ത് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഡീപ് ബ്ലൂവിന് ശേഷം അവർ കൊണ്ടുവന്നത് വാട്സൺ എന്ന AI ആണ്. 2011 ജിയോപാഡി എന്ന ക്വിസ് ഷോയിൽ മനുഷ്യരെ തോൽപ്പിച്ചുകൊണ്ട് വാട്സൺ വരവറിയിച്ചു. ഭാഷ മനസ്സിലാക്കാനും ഉത്തരം പറയാനും വാട്സണിന് കഴിവുണ്ടായിരുന്നു. IBM വലിയ സ്വപ്നങ്ങൾ കണ്ടു. വാട്സൺ ഡോക്ടർമാരെ സഹായിക്കും, ക്യാൻസർ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിക്കും എന്നവർ പ്രഖ്യാപിച്ചു. വാട്സൺ ഹെൽത്ത് എന്ന പേരിൽ വലിയൊരു വിഭാഗം തുടങ്ങി. കോടിക്കണക്കിന് ഡോളർ അതിൽ മുടക്കി. പക്ഷേ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ല. യഥാർത്ഥ രോഗികളെ ചികിത്സിക്കുന്നത് ക്വിസ് കളിക്കുന്നത് പോലെ എളുപ്പമായിരുന്നില്ല. വാട്സൺ പലപ്പോഴും തെറ്റായ നിർദ്ദേശങ്ങൾ നൽകി. ഡോക്ടർമാർക്ക് അതിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. ഒടുവിൽ 2022 വാട്സൺ ഹെൽത്ത് വിഭാഗത്തെ അവർക്ക് വിൽക്കേണ്ടി വന്നു. AI രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്താൻ അവർക്ക് കഴിഞ്ഞെങ്കിലും അത് ബിസിനസ് വിജയമാക്കി മാറ്റാൻ അവർ കഷ്ടപ്പെട്ടു. ഇന്ന് IBM വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. അരവിന്ദ് കൃഷ്ണ എന്ന ഇന്ത്യൻ വംശജനാണ് ഇപ്പോൾ കമ്പനിയെ നയിക്കുന്നത്. പഴയ കമ്പ്യൂട്ടർ ബിസിനസ് അവർ കുറച്ചു. ഇപ്പോൾ അവരുടെ ശ്രദ്ധ ഹൈബ്രിഡ് ക്ലൗഡ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിലാണ്. റെഡ് ഹാറ്റ് എന്ന സോഫ്റ്റ്വെയർ കമ്പനിയെ $34 ബില്യൺ വാങ്ങിയത് വലിയൊരു നീക്കമായിരുന്നു. ആമസോണിനും ഗൂഗിളിനും ഒപ്പം പിടിച്ചു നിൽക്കാൻ അവർ ശ്രമിക്കുന്നു. IBMന്റെ ചരിത്രം ഒരു പാഠപുസ്തകമാണ്. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ലെങ്കിൽ എത്ര വലിയ സാമ്രാജ്യവും തകരും എന്ന് അത് പഠിപ്പിക്കുന്നു. 1980കളിൽ അവർക്ക് പറ്റിയ അഹങ്കാരം അവർക്ക് വലിയ വില നൽകേണ്ടി വന്നു. എന്നാൽ തോൽവിയിൽ നിന്ന് പാഠം പഠിച്ച് തിരിച്ചു വരാനുള്ള മനസ്സാണ് അവരെ ഇന്നും നിലനിർത്തുന്നത്. പഞ്ച് കാർഡുകളിൽ നിന്ന് തുടങ്ങി മെയിൻ ഫ്രെയിമുകളിലൂടെ ലാപ്ടോപ്പുകളിലൂടെ ഇപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടറുകളിൽ എത്തി നിൽക്കുന്ന അവരുടെ യാത്ര അവിശ്വസനീയമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ കറുത്ത പാടുകളും ബിൽഗേറ്റ്സിന് മുന്നിൽ പറ്റിയ അബദ്ധവും ഡീപ് ബ്ലൂവിന്റെ വിജയവും എല്ലാം ചേർന്നതാണ് IBM. ഇനിയും 100 വർഷം അവർ നിലനിൽക്കുമോ അറിയില്ല. പക്ഷേ ടെക്നോളജി ഉള്ളിടത്തോളം കാലം ബിഗ് ബ്ലൂവിന്റെ കാൽപ്പാടുകൾ അവിടെ ഉണ്ടാകും. മാറ്റമാണ് സ്ഥിരമായുള്ള ഒരേ ഒരു കാര്യമെന്ന് IBM നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.